അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അൽ യൗമ, ഇന്ന്. എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ മൈതാനിയിലാണ്. ആ സമയത്താണ് ഈ പരിശുദ്ധവാക്യം ഇറങ്ങുന്നത്. അൽ യൗമ, ഇന്ന്. ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ഹജ്ജായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏകദേശം ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്യാൻ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വിധിവിലക്കുകളൊക്കെ ഇറങ്ങിത്തീർന്നിട്ടുള്ള സന്ദർഭമാണ്. ആ സമയത്താണ് ഈ വിശുദ്ധ ഖുർആനായത്ത് ഇറങ്ങുന്നത്. അൽ യൗമ, ഇന്ന്. അറഫാ ദിനത്തിലാണ് ഇതുപോലെ ജനമഹാസമുദ്രം ഒരുമിച്ച് കൂടിയ അറഫാ ദിനത്തിലാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ഇന്ന് അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു പറയാണ്, വഅത്മംതു അലൈക്കും നിഅമതി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് 1.25 ലക്ഷത്തോളം വരുന്ന അംബിയാ മുർസലുകളുടെ ഒരു കാലഘട്ടം, സുവർണ കാലഘട്ടം, വഹി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ വിധിവിലക്കുകൾ അതാത് കാലഘട്ടങ്ങളിൽ അള്ളാഹു ഇറക്കിക്കൊണ്ടിരിക്കും. ആ നുബുവത്തിന്റെ കാലഘട്ടം, ആ നുബുവത്ത് കൊണ്ട് അള്ളാഹു ചെയ്തുകൊണ്ടിരുന്ന ആ നിഅമത്ത്, ആ നിഅമത്തിനെ അള്ളാഹു പൂർത്തീകരിച്ചിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഇസ്ലാം, അരിഫ്ലാമുണ്ട്, അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽക്കുള്ള ഇസ്ലാം, അത് പരിപൂർണമാക്കപ്പെട്ടു, സമ്പൂർണമാക്കപ്പെട്ടു, അത് പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഈ ഇസ്ലാം നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങളുടെ ദീനായി എന്നേക്കുമുള്ള ഈ പരിപൂർണമായ ഇസ്ലാം, ഈ ദുനിയാവ് എത്ര കാലമാണ് നിലനിൽക്കുന്നതെങ്കിൽ അത്ര കാലത്തേക്കുള്ള ദീനായി പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാം അത് മുക്കമ്മല, അത് പൂർത്തീകരിക്കപ്പെട്ടതാണ്, അത് മുത്തമ്മമാണ്. ഇനി അതിലൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. അത് മർദിയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ മർദിയാണ്, അള്ളാഹു തൃപ്തിപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾക്കൊരു ശരീഅത്തിന് ആവശ്യമില്ല. ഇനി നമ്മൾക്ക് ഒരു പുതിയ നബി ഇവിടെ വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ നബിയ്യ ബഅദി, എൻ്റെ ശേഷം ഇനി ഒരു നബി വരാനില്ല. ആര് നുബുവത്തിനെ വാദിച്ചു കൊണ്ടിവിടെ വന്നാലും അത് കള്ളപ്രസ്ഥാനമാണ്, കള്ള നബിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഖുർആൻ വാക്യം മാത്രം നമ്മൾക്ക് മതിയാവുന്നതാണ്. ബഹുമാനികളെ, അതുകൊണ്ട് പരിപൂർണമായ ഒരു ദീൻ, ആ ദീനാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ആ പരിശുദ്ധമായ ദീൻ കൊണ്ട് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നതാണ് നമ്മളുടെ കർത്തവ്യം. ആ പരിശുദ്ധമായ ദീൻ ബഹുമാനപ്പെട്ട സഹാബത്തിലൂടെ, താബീങ്ങളിലൂടെ,
തബഉ താബിഈങ്ങളിലൂടെ, അയിമ്മത്ത് മുജ്തഹിദീങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിപ്പെട്ടു. ബഹുമാനപ്പെട്ട പരിശുദ്ധ മഹാത്മാക്കളാകുന്ന സഹാബ അതേറ്റെടുത്തു. അവർ താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ നമ്മൾക്ക് നൽകി ഉത്തമ നൂറ്റാണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടുകളിലൂടെ പിന്നീട് വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാ ഫർളത്നാ ഫിൽ കിതാബിൻ ശൈ. വിശുദ്ധ ഖുർആനില്ലാത്തൊന്നുമില്ല. അതിൻ്റെ വ്യാഖ്യാനമാണ് തിരുസുന്നത്ത്. ആ ഖുർആനിലും സുന്നത്തിലും വ്യക്തമാക്കപ്പെട്ട വിധികളുണ്ട്, അത്ര തന്നെ വ്യക്തമാക്കപ്പെടാത്ത വിധികളുണ്ട്. വ്യക്തമാക്കപ്പെടാത്ത വിധികളൊക്കെ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ, ഇജ്തിഹാദിന് അർഹരായിട്ടുള്ള മുജ്തഹിദുകൾ, അവർ ഇജ്തിഹാദ് ചെയ്ത് ആ വ്യക്തമാകാത്ത സകലത്തിൻ്റെയും വിധികൾ അവർ ഇജ്തിഹാദ് ചെയ്ത് മനസ്സിലാക്കുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്തു.